നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഇതിലൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു 4 മണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഏത്തപ്പഴം വെച്ചുണ്ടാക്കുന്നതാണ്. പഴം നുറുക്ക്, പഴം വരട്ടിയെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതെന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിന് മുമ്പ് പഴം വരട്ടിയത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒരു വ്യത്യാസമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നതാണ്. മക്കൾക്ക് മാത്രമല്ല, വലിയ ആൾക്കാർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ പഴമൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്നതാണ്, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എളുപ്പം പോയി നോക്കാം എങ്ങനെയാണ് ഈ ഒരു പഴം വരട്ടിയത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ 3 ഏത്തപ്പഴമാണ്. നല്ല പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ്, അതൊന്ന് ഉരുക്കിയെടുക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര 175 ഗ്രാമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഞാനെടുത്ത ഒരു അളവ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാ ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ച ശർക്കര ഉണ്ടല്ലോ, അരിച്ചു വെച്ച ശർക്കര അത് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ പഴം ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി ഈ ഒരു പഴം ഒന്ന് വെന്ത് വരണം. പഴുത്ത പഴമാണ്, എന്നാലും ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരിക എന്ന് പറയില്ലേ, അതുപോലെ വരണം. അപ്പം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പം പഴമൊക്കെ വെന്ത് വന്നിട്ട് ഒരു ഉടയുന്ന പരുവത്തിലായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചിരകിയ തേങ്ങ ഒരു 1/2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ ഒരു ശർക്കര ഉണ്ടല്ലോ ഒഴിച്ചതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. പഴത്തിൻ്റെ കൂടെ ഒന്ന് ചേർന്ന് വരാം. ഇത് ഡ്രൈ ആവുന്ന സമയം കൊണ്ട് വേറെ കുറച്ച് പരിപാടികളുണ്ട്, അത് നോക്കാം നമുക്ക്. ഇനി നമ്മൾ ഇതിലേക്കായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അവലും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ നിലക്കടലയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അവലിട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് പൊടിച്ചൊക്കെ എടുക്കണം. അപ്പോൾ അതിന് പാകമായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് നിലക്കടലയും ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അവലും ചൂടാക്കി നിലക്കടലയും ചൂടാക്കി നമ്മൾ തൊലി കളഞ്ഞ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം അവലും അതുപോലെ തന്നെ കടലയും ഇട്ടിട്ട് ഒരു 5 ഏലക്കയും കൂടി ചേർക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്തൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അവലും കടലയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ കുറച്ച് തരിയുള്ള പോലെയാണ് പൊടിച്ചെടുത്തത്. അപ്പോൾ ശർക്കരയൊക്കെ വറ്റിയൊന്ന് ഡ്രൈ ആയി വന്നിട്ട് കണ്ടില്ലേ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ച അവലും അതുപോലെ തന്നെ കടലയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പൊടിയും കൂടെ വരുമ്പം ബാക്കി കുറച്ചൊരു ശർക്കര ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് വറ്റി വരും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. നെയ്യ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റാണ് നെയ്യ് ചേർത്തിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ പഴം വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പം മധുരമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാം. അപ്പം എന്തായാലും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്, കാരണം കടലയും അവലും ഒക്കെ ചേർക്കുന്നുണ്ടല്ലോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നേന്ത്രപ്പഴമൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വിഭവമായി കാണുന്നവരെ ബൈ.